ഹായ് ഓൾ. എല്ലാവർക്കും മലബാർ റിസോഴ്സ് ഹബിന്റെ SI2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2051 സബ്ജക്ട് കോഡായിട്ടുള്ള ബേസിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും സിഒയിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ SI2 ഡിസ്കഷന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പാർട്ട് ബിയും പാർട്ട് സിയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 3 മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യനും CO3യിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും CO4ൽ നിന്ന് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും, പാർട്ട് സിയിൽ CO3യിൽ നിന്നും CO4ൽ നിന്നും 7 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. CO3യിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 3 മെത്തേഡ്സ് ഓഫ് പിസ്റ്റൺ ആൻഡ് കണക്ടിംഗ് റോഡ് കണക്ഷൻ അറേഞ്ച്മെന്റ്സ്. സിമ്പിൾ ആണ്, 3 മാർക്കിനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ എഴുതിയാൽ മതി. അതേപോലെ തന്നെ എന്താണ് CO4ൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്, മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് വൈബ്രേഷൻ ഡാമ്പർ. വൈബ്രേഷൻ ഡാമ്പറിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഇനി പാർട്ട് സിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, write the functions of piston rings and also describe the construction details of compression ring. Okay, piston ringsന്റെ ഫംഗ്ഷൻ എന്താണ്, അതേപോലെ തന്നെ എന്താണ് കംപ്രഷൻ റിങ്ങുകൾ എങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് നമ്മളവിടെ ഡീറ്റെയിൽ ചെയ്യേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേറ്റ് ദ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് കാര്യമായിട്ട് 7 മാർക്കിന് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റൻ ആയിരുന്നു, ലിസ്റ്റ് 3 മെത്തേഡ്സ് ഓഫ് പിസ്റ്റൺ കണക്ടിംഗ് റോഡ് കണക്ഷൻ അറേഞ്ച്മെന്റ്സ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, 3 രീതിയിലാണ് നമ്മൾ പിസ്റ്റണും അതേപോലെ തന്നെ കണക്ടിംഗ് റോഡിനെയും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫുൾ ഫ്ലോട്ടിംഗ് ആണ്. ഈ ഒരു പേര് ഓർത്ത് വെച്ചാൽ മതി. ഫുൾ ഫ്ലോട്ടിംഗ്, സെമി ഫ്ലോട്ടിംഗ്, ഫിക്സഡ്. എന്താണ് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സഡ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്, അതിനൊരു തരത്തിലുള്ള ഇളക്കമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല, ഫിക്സഡ് ആക്കി വെച്ചേക്കണം. സെമി ഫ്ലോട്ടിംഗ്, പകുതി എന്താണ്, പകുതി ചലിക്കുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് ഉള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഫുൾ ഫ്ലോട്ടിങ്ങോ, ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ പിന്ന് ഫ്രീ ആയി നിൽക്കുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേര് കൊടുത്തിരിക്കുന്നത്? അത് പിസ്റ്റനെയോ കണക്ടിംഗ് റോഡിനെയോ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ പിന്ന് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേരുകൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാലോ, പിസ്റ്റൺ പിന്ന് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിസ്റ്റനെയും കണക്ടിംഗ് റോഡിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ പിന്നിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, റിസ്റ്റ് പിൻ എന്ന് പറയും. അതേപോലെ തന്നെ എന്താണ്, ഗജിയൻ പിൻ എന്ന് പറയും. ഓക്കെ, പിസ്റ്റൺ പിന്ന്, അതേപോലെ തന്നെ എന്താണ് റിസ്റ്റ് പിന്ന്, അതേപോലെ തന്നെ ഗജിയൻ പിൻ എന്നീ 3 പേരുകളിലാണ് പിസ്റ്റനെയും കണക്ടിംഗ് റോഡിന്റെ സ്മോൾ എൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്ന ആ ഒരു പിന്നിനെ പറയുന്നത്. അപ്പൊ ഈ പിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണെങ്കിൽ, ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഈ പിന്നിന്റെ മുകളിൽ മറ്റൊരു തരത്തിലുള്ള ലോക്കും വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറയാം. ഇനി എന്താണ്, ഭാഗികമായിട്ട് ഈ പിന്നിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, സെമി ഫ്ലോട്ടിംഗ് എന്ന് പറയാം. ഫിക്സഡ് അല്ലെങ്കിൽ റിജിഡ് എന്ന് പറയുന്ന സമയത്ത് എന്തായി, ഈ പിന്ന് കംപ്ലീറ്റ്ലി അവിടെ ലോക്കാണ്, പിന്നെ അതെന്തില്ല, അത് ആ ഒരു യൂണിറ്റുമായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്, അത് പിന്നെ അവിടെ നിന്ന് ഇളകില്ല എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇതിനെ ഒരു ചിത്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നോക്കൂ, നമ്മൾ ചിത്രത്തില് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ട ചിത്രം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഓക്കെ, 3 മാർക്കിനാണ് ചോദിച്ചത്. 3 മാർക്കിന് ഈ ചിത്രം വരയ്ക്കണം എന്ന് നിർബന്ധമില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തു എന്നുള്ളൂ. നമുക്ക് ഈ ചിത്രങ്ങളാണ് എപ്പോഴും എന്താണ് 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രങ്ങളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ഫുൾ ഫ്ലോട്ടിംഗ് ആണ്, രണ്ടാമത്തെ സെമി ഫ്ലോട്ടിംഗ് ആണ്, മൂന്നാമത്തെ സ്റ്റേഷനറി അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ തന്നെ ഒരു 3D ഇമേജും കൂടി വലതുഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഇമേജ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ എക്സാക്ട് വ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തേക്കണതാണ് കേട്ടോ. ഓക്കെ, അത് ആ രീതിയിൽ മനസ്സിലാക്കുക, അതൊന്നും നമ്മൾ എക്സാമിന് വരച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി ഒന്നാമത്തെ നോക്കുക, പിസ്റ്റൺ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ ഫ്ലോട്ടിംഗ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഫുൾ ഫ്ലോട്ടിംഗ് ഗജിയൻ പിൻ ആണ്. ഓക്കെ, ഈ പിന്നിന് പറയുന്ന പേരാണെന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ട്യൂബുലാർ സെക്ഷനിൽ ഒരു പിന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ ഗജിയൻ പിൻ അല്ലെങ്കിൽ റിസ്റ്റ് പിൻ. ഓക്കെ, നമ്മൾ പിസ്റ്റണിനെയും അതേപോലെ നോക്കാം, നമുക്കിവിടെ പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഈ പിസ്റ്റന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടുള്ള സ്കേർട്ട് പോർഷനിൽ അല്ലെ, മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ റിംഗ് ഗ്രൂസ് ആണ്, അതേപോലെ തന്നെ താഴെ ഭാഗം സ്കേർട്ട് ആണ്. ആ സ്കേർട്ടിലായിട്ട് പിസ്റ്റന്റെ പിന്നിന് കടന്നു പോകാൻ ഒരു ദ്വാരം ഉണ്ടായിരിക്കും. ഓക്കെ, ആ ദ്വാരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, പിസ്റ്റൺ പിൻ ബോസ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു പിസ്റ്റൺ പിൻ ബോസ് ഇവിടെ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കാണാം. ഈ ഒരു ഭാഗത്ത് ഒരു ഹോൾ ഉണ്ട്, ആ ഹോളിലൂടെയാണ് ഇതാ ഇവിടെ ഇങ്ങനെ കാണാം, ഈ ഒരു ഭാഗത്തുകൂടെയാണ് പിസ്റ്റൺ പിന്ന് കടന്നു പോവുക. ഓക്കെ ആണല്ലോ. ആ പിസ്റ്റൺ പിന്ന് കടന്നു പോകുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, പിസ്റ്റൺ പിൻ ബോസ് എന്ന് പറയാം. അതെ, കൃത്യമായിട്ട് കാണിച്ചാൽ ഈ ഒരു ഭാഗം, ഇതാണ് പിസ്റ്റൺ പിൻ ബോസ് എന്ന് പറയുന്ന ഹോള്. ഓക്കെ, ഇനി അവിടേക്ക് നമ്മൾ എന്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്,
കണക്റ്റിംഗ് റോഡിന് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡ് പോർഷൻ ആണ് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്, ഒരു കോപ്പർ ബിയറിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, പിസ്റ്റൺ പിന്നെ അവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ഉണ്ടാവാൻ പാടില്ല, ടച്ച് ചെയ്യുന്ന ഭാഗത്തൊന്നും തേയ്മാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോപ്പർ ബിയറിംഗും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു പിസ്റ്റന്റെ ഉള്ളിലേക്ക് കണക്റ്റിംഗ് റോഡിനെ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിലേക്ക് പിസ്റ്റൺ പിന്നിനെ അല്ലെങ്കിൽ റിസ്റ്റ് പിന്നിനെ അല്ലെങ്കിൽ ഗജിൻ പിന്നിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഇതേപോലെ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിവിടും. ഓക്കെ ആണല്ലോ, അതിന്റെ ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ട് എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. പക്ഷെ ഈ പിന്നിന് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് എൻഡിലും അല്ലെ, ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സെർക്ലിപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലത്തെ സെർക്ലിപ്പുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫുൾ ഫ്ലോട്ടിംഗ് പിൻ എന്ന് പറയുന്നത്. ഇതിന് ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്ന് നോക്കൂ, കൃത്യമായിട്ട് അതിന്റെ രണ്ട് എൻഡിലുള്ള ലോക്കൽ മാത്രമാണ് ലോക്കായി നിൽക്കുന്നത് അല്ലെ. ആ പിന്നും അതേപോലെ തന്നെ എന്താണ്, പിസ്റ്റൺ പിന്നും നമ്മൾ യാതൊരു ലോക്കും ഇല്ല. സർക്ലിപ്പുകൾ എന്നാണ് പുറത്തേക്ക് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള പിന്നും ആ സർക്ലിപ്പുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതേപോലെ തന്നെ പിസ്റ്റന്റെ ഉള്ളിൽ ഈ പിന്ന് വളരെ ഫ്രീ ആണ്. അതേപോലെ തന്നെ എന്താണ്, കണക്റ്റിംഗ് റോഡിന്റെ ഉള്ളിലും ഈ പിന്ന് വളരെ ഫ്രീ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ഫ്ലോട്ടിംഗ് ഗജിൻ പിൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെയാണ് സെമി ഫ്ലോട്ടിംഗ് ഗജിൻ പിൻ അസംബ്ലി എന്ന് പറയുന്നത്. സെമി ഫ്ലോട്ടിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന പിസ്റ്റൺ കൂടിയുണ്ട്. ഓക്കെ ആണല്ലോ. ആ പിസ്റ്റന്റെ സ്കേർട്ട് ഭാഗത്തുള്ള പിസ്റ്റൺ പിൻ ബോസിലൂടെ പിസ്റ്റൺ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റിംഗ് റോഡ് പ്ലേസ് ചെയ്തതിന് ശേഷം പിസ്റ്റൺ പിന്നിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ, പിസ്റ്റൺ പിന്നിനെ ഇൻസേർട്ട് ചെയ്തു. ഇത് ഈ ഒരു ഫുൾ ഫ്ലോട്ടിങ്ങും അതേപോലെ തന്നെ സെമി ഫ്ലോട്ടിങ്ങും ഒരുപോലെ തന്നെയാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സർക്ലിപ്പുകൾക്ക് പകരമായിട്ട് കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിസ്റ്റൺ പിന്നിനെ ഒരു ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉറപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്മോൾ എൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിസ്റ്റൺ പിന്നുമായിട്ട് ഒരു ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിസ്റ്റന്റെ ഉള്ളില് ഈ ഒരു പിന്ന് ഫ്രീ ആണ്. ശരിയല്ലേ? പിസ്റ്റന്റെ ഉള്ളിലുള്ള ആ ഒരു പിൻഭാഗം എന്ന് പറയുന്നത് എന്താണ്, പിന്നിന്റെ പിസ്റ്റൺ പിന്നിന്റെ അല്ലെങ്കിൽ റിസ്റ്റ് പിന്നിന്റെ ഒക്കെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഫ്രീ ആണ്. ഈ ഒരു ഭാഗം എന്താണ്, പിന്നെ വളരെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കണക്റ്റിംഗ് റോഡുമായി ചേർന്ന് വരുന്ന ഈ കണക്റ്റിംഗ് റോഡിന്റെ ഉൾഭാഗത്തേക്ക് വരുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ്, ആ പിസ്റ്റൺ പിന്ന് എന്ന് പറയുന്നത് ഫ്രീ അല്ല, കണക്റ്റിംഗ് റോഡിന്റെ മൂവ്മെന്റിനനുസരിച്ച് മാത്രമേ ആ പിന്നിന് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, എന്നാൽ പിസ്റ്റന്റെ ഉള്ളിൽ എന്താണ്, ഈ പിന്ന് ഫ്രീ ആണേനും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ സെമി ഫ്ലോട്ടിംഗ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സെമി ഫ്ലോട്ടിംഗ് ഗജിൻ പിൻ അസംബ്ലി എന്ന് പറയാം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്താണ് സ്റ്റേഷനറി. ഈ സ്റ്റേഷനറി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫിക്സഡ് ആണ് അല്ലെ. ഫിക്സഡ് ആവുന്ന സമയത്ത് ഈ പിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇളകാൻ പാടില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്, പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, പിസ്റ്റന്റെ ഉള്ളില് പിസ്റ്റൺ പിൻ ബോസിന്റെ ഉള്ളില് കണക്റ്റിംഗ് റോഡ് കയറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പിസ്റ്റൺ പിന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് സ്ക്രൂസ് യൂസ് ചെയ്തുകൊണ്ട് പിസ്റ്റണെയും അതേപോലെ തന്നെ എന്താണ്, പിസ്റ്റൺ പിന്നിനെയും പരസ്പരം എന്ത് ചെയ്യും, നമ്മൾ ലോക്ക് ചെയ്യും. ഓക്കെ, പിസ്റ്റൺ പിന്നിലേക്ക് ഒരു സെറ്റ് ഓഫ് സ്ക്രൂകൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യും. ഇവിടെ എന്തല്ല, ഇവിടെ നമ്മുടെ ആ ഒരു പിസ്റ്റൺ പിന്നിന് ഒരു രീതിയിലും ഉള്ളിൽ ചലിക്കാനുള്ള യാതൊരു രീതിയിലുള്ള സാധ്യതകളും ഇല്ല അല്ലെ. പിസ്റ്റന്റെ ഉള്ളിൽ എന്താണ്, പിസ്റ്റണുമായിട്ട് ആ പിസ്റ്റൺ പിന്നിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെറ്റ് ഓഫ് സ്ക്രൂസ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്തില്ല, ആ പിസ്റ്റൺ പിൻ അവിടെ ഫിക്സഡ് ആയി, പിസ്റ്റന്റെ ഒപ്പം തന്നെ നിലനിൽക്കുന്ന രീതിയിൽ ആ പിൻ അവിടെ ലോക്കായി. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, സ്റ്റേഷനറി ടൈപ്പ് അല്ലെങ്കിൽ ഫിക്സഡ് ടൈപ്പ് ഗജിൻ പിൻ അസംബ്ലി എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിസ്റ്റണും കണക്റ്റിംഗ് റോഡ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് രീതിയിലാണ് നമ്മൾ പറയാം. ഒന്ന് ഫുൾ ഫ്ലോട്ടിംഗ്, ഒന്ന് സെമി ഫ്ലോട്ടിംഗ്, ഒന്ന് സ്റ്റേഷനറി ടൈപ്പ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം, full floating type connection. The pin float both in the piston boss and small end of connecting rod. Okay ആണല്ലോ, this is the arrangement most commonly used to prevent end movements. Circuits are used. ആ ഇമേജിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് അതിന്റെ എൻഡ് മൂവ്മെന്റുകളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്ലിപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. കണക്റ്റിംഗ് റോഡിന്റെയും പിസ്റ്റന്റെ ഉള്ളിലും വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ പിസ്റ്റൺ പിന്നിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. Semi floating connection, the pin is fastened to the connecting rod by means of a
ബോൾട്ട്. എങ്ങനെയാണ്? കണക്റ്റിംഗ് റോഡുമായിട്ട് ഒരു ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? വൈൽ ഇറ്റ് മൂവ്സ് ഫോംസ് ബിയറിംഗ് ഇൻ ദി പിസ്റ്റൺ ബോസസ് ഇറ്റ് ആക്ട് എസ് എ പിവറ്റ് പോയിന്റ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് വിത്ത് ബിയറിംഗ് മൂവ്മെന്റ് ഒക്കറിംഗ് ഇൻ ദി ഓപ്പോസിറ്റ് പാർട്ട്. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒരു സെന്റർ ഭാഗം നമ്മൾ ഒരു പിവറ്റ് ചെയ്ത് നിലനിർത്തിയ രീതിയിലാണ്. അപ്പൊ ഇവിടെ എന്താണ്? കണക്റ്റിംഗ് റോഡിന് മൂവ്മെന്റുകൾ ഉണ്ട്. ആ മൂവ്മെന്റിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് ചലിക്കുകയുള്ളൂ. ഓക്കെ. ഫിക്സഡ് ടൈപ്പ് അല്ലെങ്കിൽ എന്താണ്? റിജിഡ് ടൈപ്പ് കണക്ഷൻ എന്ന് പറയാം. പിസ്റ്റൺ പിൻ ഫാസ്റ്റൻ ടു ദി പിസ്റ്റൺ ബൈ സെറ്റ് ഓഫ് സ്ക്രൂസ് ത്രൂ ദി പിസ്റ്റൺ ബോസസ്. ഇറ്റ് ഹാസ് എ ബിയറിംഗ് ഓൺ ദി കണക്റ്റിംഗ് റോഡ് സ്മോൾ ആൻഡ് ഗജൻ പിൻ ഫാസ്റ്റൻ ടു ദി പിസ്റ്റൺ. ഓക്കെ, സിമ്പിൾ ആണ്. ഗജൻ പിൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പിസ്റ്റണുമായിട്ട് ഫാസ്റ്റൻ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ കണക്റ്റിംഗ് റോഡിന്റെ ഉള്ളിലുള്ള ബിയറിംഗിന് അകത്തുകൂടിയാണ് നമ്മൾ എന്തിനെ കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പിസ്റ്റൺ പിന്നിനെ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഇതിന്റെ ഓരോ വരിയും നമ്മൾ 3 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ ഒരു 3 പേരുകളും അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ധാരാളമാണ്. ഇത്ര കാര്യം മാത്രം മതി നമ്മൾ 3 മാർക്കിനുള്ളത്. 7 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും അതിന്റെ ഒപ്പം ഈ കാണുന്ന 2D ഡയഗ്രാംസ് കൂടി നമ്മൾ എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് 7 മാർക്ക് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 3 മാർക്കിന് എന്നുള്ള രീതിയിലല്ല, 3 മാർക്കിനും 7 മാർക്കിനും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മെൻഷൻ ദ ഫംഗ്ഷൻസ് ഓഫ് വൈബ്രേഷൻ ഡാമ്പർ. വൈബ്രേഷൻ ഡാമ്പറിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഇറ്റ് റിഡ്യൂസസ് ദ ടോർഷണൽ വൈബ്രേഷൻസ് ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ടോർഷണൽ വൈബ്രേഷൻസിനെ കുറയ്ക്കുക. ഓക്കെ, രണ്ടാമതാണ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഫ്രം ഫാറ്റിക് ആൻഡ് ഡാമേജ്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റിനെ എന്ത് ചെയ്യാം? ക്രാങ്ക് ഷാഫ്റ്റിന് മുകളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് അനുഭവപ്പെടുന്ന ചെറിയ ചെറിയ ബലങ്ങൾ കാരണം, സ്ട്രെസ്സുകൾ കാരണം ഉണ്ടാവുന്ന ഡാമേജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൈബ്രേഷൻ ഡാമ്പർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് സ്മൂത്ത് ആൻഡ് ക്വയറ്റ് എഞ്ചിൻ ഓപ്പറേഷൻ ആൻഡ് ഇൻക്രീസ് എഞ്ചിൻ ലൈഫ്. എഞ്ചിന്റെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ നിലനിർത്തുന്നതിലൂടെ എഞ്ചിൻ ലൈഫ് കൂട്ടാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? വൈബ്രേഷൻ ഡാമ്പർ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഡാമ്പറിന്റെ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഇറ്റ് റിഡ്യൂസസ് ടോർഷണൽ വൈബ്രേഷൻസ്. എന്ത് വൈബ്രേഷൻ ആണ്? ടോർഷണൽ വൈബ്രേഷൻ ആണ് കുറയ്ക്കേണ്ടത്. ആരുടെ? ക്രാങ്ക് ഷാഫ്റ്റിന്റെ. ഇറ്റ് പ്രൊട്ടക്ട് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഫ്രം ഫാറ്റിക് ആൻഡ് ഡാമേജ്. അപ്പൊ അവിടെയും മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിനെയാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാം, വൈബ്രേഷൻ ഡാമ്പർ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അറ്റാച്ച് ചെയ്ത് വരുന്ന ഭാഗമാണെന്ന് പറയാം? ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ് വൈബ്രേഷൻ ഡാമ്പർ. ഓക്കെ, അപ്പൊ എവിടെയാണ് ഇനി അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡിലാണ് നമ്മൾ ആരെ ഘടിപ്പിക്കുക? വൈബ്രേഷൻ ഡാമ്പറിനെ ഘടിപ്പിക്കുക. അപ്പൊ റിയർ എൻഡ് എവിടെയായിരിക്കും? പുറകിൽ എന്താണുള്ളത്? അവിടെ ഫ്ലൈ വീൽ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ? ഫ്ലൈ വീൽ ഉണ്ട്. ഫ്ലൈ വീലിന്റെ പുറകിലായിട്ട് ക്ലച്ച് ഉണ്ട്. അതിന്റെ പുറകിലായിട്ട് ഗിയർ ബോക്സ് ഉണ്ട്. അങ്ങനെ ട്രാൻസ്മിഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡിലായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമുക്ക് എന്ത് പറയാം? വൈബ്രേഷൻ ഡാമ്പർ. നമുക്ക് കൃത്യമായിട്ട് അറിയാലോ, ഒരു കൂളിംഗ് ഫാൻ വരുന്നുണ്ട് അല്ലെ? ഒരു പുള്ളി വരുന്നുണ്ട്. ഇതൊക്കെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഭാഗത്താണ് ആര് വരുന്നത്? വൈബ്രേഷൻ ഡാമ്പറും വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടോർഷണൽ വൈബ്രേഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഒരു എഞ്ചിൻ സിലിണ്ടറിൽ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നതിൽ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 4 ഇവന്റ്സ് നടക്കണം അല്ലെ? സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നിങ്ങനെയുള്ള 4 ഇവന്റ്സ് പിസ്റ്റന്റെ മൂവ്മെന്റിൽ നടക്കും ആണല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോർ സ്ട്രോക്ക് എന്ന് പറയാം. പിസ്റ്റന്റെ സക്ഷൻ, പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ കംപ്രഷൻ, മൂന്നാമതായിട്ട് ശക്തമായിട്ടുള്ള ഒരു പവർ കിട്ടും, പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയാം. ലാസ്റ്റ് എന്താണ്? എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയാം. 4 ഇവന്റ്സ് നടക്കുന്നത് പിസ്റ്റന്റെ 4 ചലനത്തിലാണ്. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് ഒരു ചലനത്തിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശക്തമായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് കിട്ടുന്നത്. ശരിയാണല്ലോ? ക്രാങ്ക് ഷാഫ്റ്റിനെ ശക്തമായിട്ട് കറക്കാനുള്ള ഒരു ഫോഴ്സ് പവർ സ്ട്രോക്കിൽ ഫ്യൂൽ കത്തുമ്പോൾ കിട്ടുന്ന പവറാണ്. അത് നമ്മൾ പിസ്റ്റൺ വഴി കണക്റ്റിംഗ് റോഡ് വഴി ആരിലേക്ക് കൊണ്ടുകൊടുക്കും? ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ശരിയാണല്ലോ? അപ്പൊ എന്താണ്? ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റിനെ ശക്തമായിട്ട് തിരിക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് ആര് കറങ്ങും? പുറകിലുള്ള ഫ്ലൈ വീല് കറങ്ങാൻ തുടങ്ങും. ശരിയാണല്ലോ? നമ്മൾ ഫ്ലൈ വീലിന് ഒരു തവണ കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ഒരു തവണ മാത്രമാണോ കറങ്ങുക? അതിനൊരു ഇനേഷ്യ ഉണ്ടാവും, കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മളൊരു സ്പിന്നിങ് വീല് കയ്യിൽ വെച്ചു എന്ന് കരുതി എന്നിട്ട് ചുമ്മാ ഒന്ന് കറക്കി വിട്ട് നോക്കി, അതൊരു തവണയാണോ കറങ്ങുക? അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിനൊരു ഇനേഷ്യ ഉണ്ട്. ഓക്കെ, നമ്മൾ ന്യൂട്ടന്റെ 1ാം ചലന നിയമത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുണ്ട്? ഈ ഒരു ഫ്ലൈ വീലിന്റെ ഇനേഷ്യ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പിസ്റ്റന്റെ സക്ഷൻ സ്ട്രോക്കും അതേപോലെ തന്നെ കംപ്രഷൻ സ്ട്രോക്കും എക്സോസ്റ്റ് സ്ട്രോക്കും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതായത് ഈ സ്ട്രോക്കുകളിലൊക്കെ ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാണ്?
ഫ്ലൈ വീല് റിട്ടേൺ ചെയ്യുന്ന എനർജിയാണ്. ഫ്ലൈ വീല് കറങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ആര് കറങ്ങുന്നത്, ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നത് എന്ന് പറയാം. അപ്പൊ നമ്മൾ നോക്കൂ, അവിടെ പിസ്റ്റൺ അവിടെ ഒരു പവർ സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു അധിക ബലവും മറ്റ് സ്ട്രോക്കുകളിൽ അത് ഇല്ലാതെയും വരുന്ന സമയത്ത് എന്തുണ്ടാവും, ക്രാങ്ക് ഷാഫ്റ്റിന്റെ മുകളിൽ ഒരു ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് ഫോഴ്സസ് അനുഭവപ്പെടും. പിസ്റ്റന്റെ ആ ഒരു ശക്തമായിട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുന്ന ആ ഒരു ബലത്തിനെ ബാക്കിയുള്ള സ്ട്രോക്കുകൾ അത് ഇല്ലാതെയും വരുന്ന സമയത്ത് ഒരു ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗിന്റെ ഒരു 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 ടെൻഡൻസി ക്രാങ്ക് ഷാഫ്റ്റിൽ അനുഭവപ്പെടും. ഓക്കെ, ഇതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വൈബ്രേഷൻ ഡാമ്പർ യൂസ് ചെയ്യുന്നത് പറയാം. ഓക്കെ, എങ്ങനെയാ വൈബ്രേഷൻ ഡാമ്പർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് അതിന്റെ മുകളിൽ ഒരു പുള്ളി ഘടിപ്പിക്കും. ശരിയാണല്ലോ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ മുന്നിലായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള പുള്ളി, ഒരു കപ്പി ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലായിട്ട് അതിന്റെ ഫ്ലാഞ്ചിന്റെയും ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് പിടിപ്പിക്കുന്നുണ്ട്, ഒരു ബുഷ്, റബ്ബർ ബുഷിനെ അവിടെ ഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റബ്ബർ ബുഷിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ടോർഷണൽ വൈബ്രേഷൻസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഫ്ലൈ വീലിന് എന്തുണ്ടാവും, ഒരു ഇനേഷ്യ ഉണ്ടായിരിക്കും അല്ലെ. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവാം, ഫ്രണ്ടിലേക്ക് ഒരു പിരിയാനുള്ള ഒരു ടെൻഡൻസി ആര് പ്രൊവൈഡ് ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റിന് ഉണ്ടാവും. ഓക്കെ, ഈ പിരിയാനുള്ള ഈ ഒരു ടെൻഡൻസിനെ ഈ ഒരു റബ്ബർ റിങ്ങുകൾ എന്ത് ചെയ്യും, ഒരു സീലിംഗ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു റബ്ബർ ബുഷുകൾ അതിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്ഥിരത നിലനിർത്തുന്നത് എന്ന് പറയാം. ഓക്കെ, വലിയ ഫ്ലൈ വീലുകൾ യൂസ് ചെയ്യുന്ന എഞ്ചിനുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും എന്താവശ്യമാണ്, വൈബ്രേഷൻ ഡാമ്പേഴ്സ് നിർബന്ധമാണ് അല്ലെ. അല്ലെങ്കിൽ ലെങ്ത് കൂടിയ ക്രാങ്ക് ഷാഫ്റ്റുകൾ യൂസ് ചെയ്യുന്ന എഞ്ചിനുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണമെന്ന് പറയാം, നമുക്കവിടെ നിർബന്ധമായിട്ടും അവിടെ വൈബ്രേഷൻ ഡാമ്പേഴ്സ് ആവശ്യമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡിലായിട്ടാണ് നമ്മൾ ആര് ഘടിപ്പിക്കുക, വൈബ്രേഷൻ ഡാമ്പറിനെ ഘടിപ്പിക്കുക. ഓക്കെ, വൈബ്രേഷൻ ഡാമ്പറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോർഷണൽ വൈബ്രേഷൻസിനെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ എന്താ പറയാം, ക്രാങ്ക് ഷാഫ്റ്റിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന എല്ലാ തരം കുലുക്കങ്ങളെയും അതിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അതിനൊരു സ്ഥിരത നൽകുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയാം, വൈബ്രേഷൻ ഡാമ്പറിന്റെ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈ വൈബ്രേഷൻ ഡാമ്പറിനെ തന്നെ നമ്മൾ എന്ത് പറയും, ഹാർമോണിക് ബാലൻസർ എന്നുള്ള ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നാവും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് എൻഡ് അല്ലെ. ഫ്രണ്ട് എൻഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ മുകളിലേക്കായിട്ട് ഒരു കപ്പി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദേ ഒരു കപ്പി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഒരു കപ്പി അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ക്രാങ്ക് ഷാഫ്റ്റിന്റെയും ആ ഒരു കപ്പിയുടെയും ആ ഒരു പുള്ളിയുടെയും ഫ്ലാഞ്ചിന്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഇവിടെ എന്തുണ്ട്, ഒരു ബുഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റബ്ബർ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ബുഷിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തിരിയുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ആ ഒരു പിരിച്ചില്, ക്രാങ്ക് ഷാഫ്റ്റിന് ഉണ്ടാവുന്ന ആ ഒരു പിരിച്ചിലിനെ, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അത് ഫ്ലൈ വീലിന്റെ ഇനേഷ്യ കൊണ്ടാണ് അവിടെ അനുഭവപ്പെടുന്നത്, ക്രാങ്ക് ഷാഫ്റ്റിന് അനുഭവപ്പെടുന്നത്. അതിനെ ആര് അബ്സോർബ് ചെയ്യും, ഈ ഒരു ബുഷുകൾ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യുന്നത് പറയാം, ആ ഒരു വൈബ്രേഷൻസിനെ ഡാമ്പ് ചെയ്ത് കളയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, അബ്സോർബ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത്രയും മനസ്സിലാക്കാം. 7 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി നമുക്ക് പാർട്ട് സിയിലെ ക്വസ്റ്റ്യനുകളിലേക്ക് കിടക്കാം. പാർട്ട് സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് പിസ്റ്റൺ റിംഗ് ആൻഡ് ആൾസോ ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് കംപ്രഷൻ റിംഗ്. പിസ്റ്റൺ റിങ്ങുകളുടെ ഫംഗ്ഷൻ എന്താണ്, അതേപോലെ തന്നെ എന്താണ് കംപ്രഷൻ റിംഗിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫംഗ്ഷൻസ് ഇത്രയേ ഉള്ളൂ പിസ്റ്റൺ റിംഗ്സിന്റെ. ദേ സീൽ ദ കമ്പസ്റ്റൻ ചേംബർ ആൻഡ് പ്രിവെന്റ് ലീക്കേജ് ഓഫ് ഗ്യാസസ്. ഓക്കെ, കമ്പസ്റ്റൻ ചേംബറിനെ ഒരു സീൽ പോലെ ആക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കംപ്രഷൻ ലീക്കും കമ്പസ്റ്റൻ ലീക്കിനെയും എന്ത് ചെയ്യും, തടയും. ഓക്കെ, ദേ കൺട്രോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഓൺ ദി സിലിണ്ടർ വാൾസ്. സിലിണ്ടർ വാൾസിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസിനെ കൺട്രോൾ ചെയ്യും. ദേ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദി പിസ്റ്റൺ ടു ദി സിലിണ്ടർ വാൾസ്. ഓക്കെ, ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദി പിസ്റ്റണിൽ നിന്നും സിലിണ്ടർ വാൾസിലേക്ക് ആ ഒരു ഹീറ്റ് കാരിയർ ആയിട്ട് വർക്ക് ചെയ്യും. ദേ ഹെൽപ്സ് ദ മെയിൻറ്റെയിനിങ് എഞ്ചിൻ എഫിഷ്യൻസി ആൻഡ് പവർ. അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ എഫിഷ്യൻസിയും പവറും നിലനിർത്താനായിട്ട് ആര് സഹായിക്കും, പിസ്റ്റൺ റിങ്ങുകൾ സഹായിക്കും എന്നുള്ളതാണ് ഫങ്ഷൻസ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് കംപ്രഷൻ റിംഗ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കംപ്രഷൻ റിംഗ്സ് ആർ ഫിറ്റഡ് ഇൻ ദി ടോപ്പ് ഗ്രൂസ് ഓഫ് ദി പിസ്റ്റൺ. പിസ്റ്റന്റെ മുകൾ ഭാഗത്തുള്ള ഏറ്റവും മുകളിലുള്ള ഗ്രൂവുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്രഷൻ റിങ്ങിനെ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക.
ദേ ആർ യൂഷ്വലി മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീൽ കൊണ്ടോ കാസ്റ്റ് അയൺ കൊണ്ടോ ആണ് നമ്മൾ എന്തിനെ നിർമ്മിച്ചിട്ടുണ്ടാവുക, കംപ്രഷൻ റിങ്ങിനെ നിർമ്മിച്ചിട്ടുണ്ടാവുക. ദ റിംഗ് ഈസ് സ്പ്ലിറ്റ് അറ്റ് ദി പോയിന്റ് ടു അലോ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ആ റിങ്ങുകൾക്ക്, പിസ്റ്റൺ റിങ്ങുകൾക്ക് എന്തുണ്ടായിരിക്കും, ചെറിയൊരു കട്ട് ഉണ്ടായിരിക്കും. ആ കട്ട് എന്തിനാണ് സഹായിക്കുക, ആ കട്ട് എന്തിനു സഹായിച്ചാല് പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന സമയത്തും അതിനെ ഉൾക്കൊള്ളാനായിട്ട് എന്ത് ചെയ്യും, ആ ഒരു എക്സ്പാൻഷൻ ഉൾക്കൊള്ളാനായിട്ട് സഹായിക്കും. ദ ഔട്ടർ സർഫസ് ഓഫ് ദി റിംഗ് സ്ലൈറ്റ്ലി കർവ്ഡ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ കോണ്ടാക്ട് വിത്ത് ദി സിലിണ്ടർ വാൾസ്. സിലിണ്ടർ വാൾസുമായിട്ട് പ്രോപ്പർ കോണ്ടാക്റ്റിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഔട്ടർ സർഫസിനെ ചെറുതായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. സംടൈംസ് ദ റിംഗ് സർഫസ് ഈസ് ക്രോം പ്ലേറ്റഡ് ടു റിഡ്യൂസ് വിയർ. അപ്പൊ ആ ഒരു പിസ്റ്റൺ റിങ്ങും അതേപോലെ തന്നെ സിലിണ്ടർ വാൾസും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേന്നുകൊണ്ട് തന്നെ അവിടെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഔട്ടർ സർഫസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രോം പ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്ര പോയിന്റ്സ് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഇതിന് ആവശ്യമുള്ളൂ. അതിന്റെ ഒപ്പം എന്ത് ചെയ്യാം, കംപ്രഷൻ റിങ്ങിന്റെ ചിത്രം എന്താണെന്നുള്ളത് കൂടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ റിങ്ങുകൾ ഇതാണ് കംപ്രഷൻ റിങ്. നമ്മുടെ ഒരു പിസ്റ്റന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന റിങ്ങുകളെയാണ് നമ്മൾ എന്താ പറയാ, പിസ്റ്റൺ റിങ്സ് എന്ന് പറയാം. ശരിയാണല്ലോ, പിസ്റ്റൺ റിങ്സ് എന്ന് പറയാം. ആ പിസ്റ്റൺ റിങ്സ് പ്ലേസ് ചെയ്യുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിനെ സ്കേർട്ട് പോർഷൻ എന്നാ പറയാ, ശരിയല്ലേ? പിസ്റ്റന്റെ ഈ ഒരു ഭാഗത്തെ സ്കേർട്ട് പോർഷൻ എന്ന് പറയും, ഇവിടെ പിസ്റ്റൺ പിൻ ബോസ് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ഒരു ചാലുകളെ, ഗ്രൂവുകളെ നമ്മൾ ഗ്രൂ സെക്ഷൻ അല്ലെങ്കിൽ റിംഗ് സെക്ഷൻ എന്ന് പറയും. ഓക്കെ, റിംഗ് സെക്ഷൻ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പോ ഈ റിംഗ് സെക്ഷനിൽ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഗ്രൂവുകളാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവുക, കംപ്രഷൻ റിംഗ് പ്ലേസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും മുകളിൽ വരുന്ന ഗ്രൂവുകൾ എന്തായിരിക്കും, അവിടെ വരുന്നത് കംപ്രഷൻ റിങ്ങുകളായിരിക്കും. അതിന്റെ താഴെ വരുന്നതാണ് എന്ത്, ഏറ്റവും താഴെ വരുന്നതാണ് ഓയിൽ റിംഗ് ഉണ്ടാവുക. ഏറ്റവും താഴെ വരുന്ന റിംഗ് എന്ന് പറയുന്നത് ഓയിൽ റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കംപ്രഷൻ റിങ്ങുകൾ എന്തിനാണ് മുകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. കംപ്രഷൻ റിങ്ങുകൾ മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു എഞ്ചിൻ സിലിണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ പ്ലേസ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ഒരു എഞ്ചിൻ സിലിണ്ടർ പ്ലേസ് ചെയ്തു എന്ന് കരുതുക. ആ സിലിണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിസ്റ്റനെ പ്ലേസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇങ്ങനെ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പിസ്റ്റനെ പ്ലേസ് ചെയ്യുക. ഈ പിസ്റ്റന്റെ മുകളിലാണ് കമ്പസ്റ്റൻ ചേംബർ എന്ന് പറയുന്ന ഭാഗമുള്ളത് അല്ലെ. കമ്പസ്റ്റൻ ചേംബർ ഇവിടെ വെച്ചിട്ടാണ് എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യാം, നന്നായിട്ട് ജ്വലിക്കുകയൊക്കെ ചെയ്യാം. ശരിയാണല്ലോ? ഈ ഒരു പോർഷനിൽ പിസ്റ്റന്റെ മുകളിൽ വെച്ചിട്ടാണ്, കമ്പസ്റ്റൻ ചേംബറിൽ ഉള്ളിൽ വെച്ചിട്ടാണ് എന്തുണ്ടാവുക, എയർ ഫ്യൂൽ മിക്സർ ജ്വലിക്കുക. ശരിയാണല്ലോ? അപ്പൊ ഇത് എന്തായിരിക്കണം, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചേംബർ ആയിരിക്കണം ഈ ഒരു കമ്പസ്റ്റൻ ചേംബർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എയർ ഫ്യൂൽ മിക്സറിനെ അല്ലെങ്കിൽ എയറിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റന്റെയും സിലിണ്ടർ വാൾസിന്റെ ഇടയിൽ കൂടെ താഴേക്ക്, പിസ്റ്റന്റെ താഴേക്ക് ലീക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഇവിടെ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത്, കമ്പസ്റ്റൻ ചേംബറിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവാൻ പാടില്ല, അവിടെ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എങ്ങനെയാണെങ്കിൽ കുറഞ്ഞു പോകും, ഇതിന്റെ ഇടയിൽ കൂടെ. അവിടെ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് പിസ്റ്റന്റെ മുകളിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു ഫോഴ്സിന് ഈ പിസ്റ്റന്റെ സൈഡിൽ കൂടെ എങ്ങനെ ആ ഗ്യാസുകൾ താഴേക്ക് ലീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആ പിസ്റ്റന്റെ മുകളിൽ അത്രയ്ക്കുള്ള ഒരു ഫോഴ്സ് കിട്ടുമോ, ഇല്ല. അപ്പൊ ആ ഒരു സംഭവം അതിന് എന്ത് ചെയ്യണം, ആ ഒരു പ്രഷറിന് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചേംബർ ആയിട്ട് തന്നെ പ്രവർത്തിക്കണം. അപ്പൊ കംപ്രഷൻ റിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ആൻഡ് കമ്പസ്റ്റൻ ലീക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള റിങ്ങുകളാണ് എന്ത്, കംപ്രഷൻ റിങ്ങുകൾ എന്ന് പറയാ. അത് എവിടെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, പിസ്റ്റന്റെ റിംഗ് ഗ്രൂസില് ഏറ്റവും മുകളിലായിട്ട് പ്ലേസ് ചെയ്യുന്ന റിങ്ങുകളെയാണ് നമ്മൾ എന്ത് പറയാം, കംപ്രഷൻ റിങ്ങുകൾ എന്ന് പറയാം. ഓക്കെ, കംപ്രഷൻ റിങ്സ് ആർ ഫിറ്റഡ് ഇൻ ദി ടോപ്പ് ഗ്രൂസ് ഓഫ് ദി പിസ്റ്റൺ. ഈ ഒരു ടേം പ്രത്യേകം ശ്രദ്ധിക്കണം, ടോപ്പ് ഗ്രൂസ് ഓഫ് ദി പിസ്റ്റൺ. ദേ ആർ യൂഷ്വലി മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് അലോയ് സ്റ്റീൽ. സാധാരണയായിട്ട് നിർമ്മിക്കുന്നത് എന്താണ്, കാസ്റ്റ് അയൺ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് അലോയ് സ്റ്റീൽ കൊണ്ടോ ആണ് നിർമ്മിക്കുക. ഇതാണ് ഒന്ന്. ഇവിടെ ഒന്നിൽ കൂടുതൽ കംപ്രഷൻ റിങ്ങുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ അത് എന്താണ്, കംപ്രഷൻ റിങ്ങുകളാണ്. ദ റിംഗ് സ്പ്ലിറ്റ് അറ്റ് ദി വൺ പോയിന്റ് ടു അലോ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഇതൊക്കെ ഇവിടെ ചെറുതായിട്ട് ഈ റിങ്ങിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട് അല്ലെ. ഒരു വളയൊക്കെ പൊട്ടി നിൽക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിലിണ്ടർ വാൾസിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു പിസ്റ്റൺ റിങ് പിസ്റ്റൺ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ റിങ്ങിനെ ഇതിന്റെ മുകളിലേക്ക് വെക്കുകയും എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു റിങ്ങുകൾ സിലിണ്ടർ വാൾസിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും. ഇവിടെ ഫ്യൂവൽ കത്തുന്ന സമയത്ത്
ഓക്കെ, എക്സ്പ്ലോഷൻ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അധിക താപം എന്ത് ചെയ്യും? ഈ പിസ്റ്റന്റെ എക്സ്പാൻഷന് കാരണമാവും. ശരിയല്ലേ? ഏതൊരു വസ്തുവും എന്താണ് ചൂടാവുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എക്സ്പാൻഷന് കാരണമാവും. ആ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് തന്നെ ഇതിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? ആ പിസ്റ്റൺ കൂടുതലായിട്ട് സിലിണ്ടറിലേക്ക് അടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? സിലിണ്ടറിലേക്ക് ഈ ഒരു ഗ്യാപ്പ് മറികടന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു സിലിണ്ടറിലേക്ക് ചേരുന്ന രീതിയിൽ ആ പിസ്റ്റൺ വികസിക്കും. ഓക്കെ, ആ സമയത്ത് അവിടെ ഒരു അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിങ്ങുകൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആവുമോ? ഇല്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യും? അവിടെ ഡാമേജ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു എക്സ്പാൻഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആ ഒരു എൻഡ് ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരു എൻഡ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ആ സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാവുക? ആ സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ റിങ്ങുകൾ ആ ഗ്രൂവുകളിലേക്ക് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു എക്സ്പാൻഷനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഉൾക്കൊള്ളും എന്ന് പറയാം. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി എന്താണ്? ഔട്ടർ സർഫസ് ഓഫ് ദി റിങ്സ്, ഇത് ഈ ഭാഗമാണ്. ആ ഒരു ഭാഗമാണ് സിലിണ്ടർ വാൾസുമായിട്ട് ചേർന്നിരിക്കുക. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്രോം പ്ലേറ്റ് ചെയ്തിട്ട് പ്രത്യേകം ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള കോണ്ടാക്ട് നിലനിൽക്കാനും അതേപോലെ തന്നെ എന്താണ് ആ ഒരു തേയ്മാനം പിസ്റ്റണുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള തേയ്മാനം കുറയ്ക്കാനും വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഷേപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് പിസ്റ്റണിങ് പറയുമ്പോഴും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കംപ്രഷൻ റിങ്ങിന്റെ ഫംഗ്ഷൻ ചോദിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഓക്കെ, ചിലപ്പോൾ പിസ്റ്റൺ റിങ്ങുകളുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് 7 മാർക്കിന് അങ്ങനെ തന്നെ ചോദിച്ചു എന്ന് വരാം. അപ്പൊ നമ്മൾ കംപ്രഷൻ റിംഗ് ആണ് പറഞ്ഞത്. ആ കംപ്രഷൻ റിങ്ങും അതേപോലെ തന്നെ ഓയിൽ കൺട്രോൾ റിംഗും കൂടി നമുക്കൊന്നുകൂടെ ഒന്ന് പറയണം. പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത് എന്താണ്? പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത് പിസ്റ്റന്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന റിങ്ങുകളാണ്. ആ റിങ്ങുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്രഷൻ ആൻഡ് കമ്പസ്റ്റൻ ലീക്ക് തടയാനും കൃത്യമായിട്ടുള്ള ഓയിലില് ലൂബ്രിക്കേഷൻ നിലനിർത്തി എക്സസ് ഓയിലിനെ വൈപ്പ് ചെയ്ത് എഞ്ചിൻ സിലിണ്ടറിലെ താഴെയുള്ള അല്ലെങ്കിൽ എന്താണ് ക്രാങ്ക് കേസിന്റെ താഴെയുള്ള ഓയിൽ സമ്പിലേക്ക് ആ ഓയിലിനെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പിസ്റ്റൺ റിങ്ങുകളെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സാധാരണയായിട്ട് 2 ടൈപ്പ് റിങ്ങുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്ന് കംപ്രഷൻ റിങ്, ഒന്ന് ഓയിൽ റിങ് അല്ലെങ്കിൽ ഓയിൽ കൺട്രോൾ റിങ്സ്. കംപ്രഷൻ റിങ് എന്ന് പറഞ്ഞാൽ അതേ ഇവിടെയുണ്ട്. ഇതാണ് കംപ്രഷൻ റിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ റിങ്ങിന്റെ കംപ്രഷൻ റിങ്ങിന്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫിഗർ ആണ് അവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. കംപ്രഷൻ റിങ് എന്തിനാണ്? പിസ്റ്റന്റെ ടോപ്പ് ഗ്രൂവുകളിൽ നമ്മൾ കൊടുക്കുന്ന റിങ് ആണ്. അവിടെ എന്തുണ്ട് എന്ന് പറഞ്ഞു? അവിടെ പിസ്റ്റന്റെ കംപ്രഷനെയും കമ്പസ്റ്റൻ ലീക്കും ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രഷൻ റിങ്ങുകൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഭാഗം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാണ്? എക്സ്പാൻഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. പുറം ഭാഗം ക്രോം കോട്ടഡ് ആണെന്ന് പറഞ്ഞു. അതിനെ പ്രത്യേകം ഷേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ താഴെയായിട്ട് വരുന്ന ഒരു റിംഗ് ആണ് ഓയിൽ കൺട്രോൾ റിങ്സ്. ഓക്കെ, പിസ്റ്റന്റെ താഴെ ഗ്രൂവുകളിൽ വരുന്ന റിംഗ് ആണ് എന്ത്? ഓയിൽ കൺട്രോൾ റിങ്സ് എന്ന് പറയുന്നത്. ഈ ഓയിൽ കൺട്രോൾ റിങ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പിസ്റ്റൺ സിലിണ്ടറിന്റെ ഉള്ളിൽ ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യാം. ഈ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കാം? ഈ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഓയിൽ ഗാലറിയിൽ നിന്ന് സിലിണ്ടർ വാൾസിലേക്ക് എന്തുണ്ടാവും? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വന്ന് സിലിണ്ടർ വാൾസ് ഒക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എക്സസ് ഓയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിസ്റ്റന്റെ മൂവ്മെന്റിന് അത് തടസ്സമാണ്. നമുക്കറിയാലോ പിസ്റ്റന്റെ മൂവ്മെന്റിന് അത് തടസ്സമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ ഒരു പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ കൺട്രോൾ റിങ്ങുകൾ എന്ത് ചെയ്യും? അതിനെങ്ങനെ തുടച്ച് വടിച്ച് ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, അതിനെങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ട് താഴേക്ക് മൂവ് ചെയ്യും. ഡൗൺവേർഡ് മൂവ്മെന്റിൽ ആ ഓയിലിനെ എന്ത് ചെയ്യും? പിസ്റ്റൺ തുടച്ച് താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്തും എന്തുണ്ടാവും? അതിന്റെ മൂവ്മെന്റിന്റെ പിസ്റ്റന്റെ മൂവ്മെന്റിന് തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്തിട്ടുള്ളത്? ഓയിൽ കൺട്രോൾ റിങ്സിന്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഓക്കെ, ഈ സുഷിരങ്ങളിലൂടെ ആ വൈപ്പ് ചെയ്യുന്ന ഓയിൽ ഉള്ളിലേക്ക് കയറി പിസ്റ്റണകത്തുകൂടെയാണ് എന്ത് ചെയ്യുക? ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സമ്പിലേക്ക് എത്തുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ 2 റിങ്ങുകളാണ് നമ്മൾ പിസ്റ്റന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കംപ്രഷൻ റിങ്ങുകളാണ്, അതിന്റെ താഴെ വരുന്നതാണ് ഓയിൽ കൺട്രോൾ റിങ്. അപ്പൊ പർപ്പസും കണക്ഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാനും അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, റിങ്ങുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ്. ആ റിങ് സർക്കുലർ ഷേപ്പിലാണ്. അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കട്ട് ചെയ്തത് എന്താണ്? പിസ്റ്റന്റെ എക്സ്പാൻഷനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ,
ഇനി നമുക്ക് പാർട്ട് സിയിലെ അവസാനത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇലുസ്ട്രേറ്റ് ദ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിന്റെ എസെൻഷ്യൽ പാർട്ടാന്ന് പറയാം. ഓക്കെ, എഞ്ചിൻ സിലിണ്ടറിന്റെ താഴെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ക്രാങ്ക് ഷാഫ്റ്റിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ആ ഒരു പൊസിഷൻ ചെയ്ത ഭാഗത്തിന് പറയുന്ന, എഞ്ചിന്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എഞ്ചിൻ സിലിണ്ടറിന് താഴെയായിട്ട് ക്രാങ്ക് കേസിലെ മെയിൻ ബിയറിങ്ങുകളിലാണ് നമ്മൾ എന്തിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ക്രാങ്ക് ഷാഫ്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ക്രാങ്ക് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ആണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഷാഫ്റ്റ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എഞ്ചിൻ സിലിണ്ടറിൽ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിലാണ് പിസ്റ്റൺ ഉണ്ടായിരിക്കുക അല്ലെ. ആ പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യും, മുകളിലേക്കും താഴേക്കും ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്യുന്ന ആ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കണക്ടിങ് റോഡ് ഉണ്ട്. കണക്ട് ചെയ്യുന്ന റോഡിനെയാണ് നമ്മൾ കണക്ടിങ് റോഡ് എന്ന് പറയുക അല്ലെ. അപ്പൊ പിസ്റ്റണുമായിട്ട് ഒരു ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പിസ്റ്റൺ ഇനി വേറെ എങ്ങോട്ടാ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു കണക്ടിങ് റോഡിന്റെ അതർ എൻഡ് പോയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ്. ഓക്കെ, അപ്പൊ എഞ്ചിൻ സിലിണ്ടറിൽ പിസ്റ്റൺ, കണക്ടിങ് റോഡ്, അത് കഴിഞ്ഞു വരുന്ന ഭാഗമാണെന്ത്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ സിലിണ്ടറിൽ എങ്ങനെയാ വർക്ക് ചെയ്യാം, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആണ്, മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും ആയിട്ടാണ് വർക്ക് ചെയ്യുക അല്ലെ. എന്നാൽ ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഷാഫ്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്, പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയാം, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ശരിയല്ലേ, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ഒപ്പം എന്ത് തന്നെ പറയാം, ഇതിലേക്ക് അനുഭവപ്പെടുന്ന ടോർക്കിനെ ഫ്ലൈ വീലിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആള് ആരാണെന്ന് പറയാം, ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അത് ഒന്നുകൂടെ ഉദാഹരണം പറയാം. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ്, ഒരു ഷാഫ്റ്റ് ഉണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. ഈ ക്രാങ്ക് ഷാഫ്റ്റിന് രണ്ട് എൻഡുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ രണ്ട് എൻഡുകളിൽ ഒരു എൻഡ് ഫ്രണ്ടും മറ്റേ എൻഡ് റിയറും ആയിരിക്കുമല്ലോ അല്ലെ. ഫ്രണ്ട് എൻഡിലാണ് നമ്മൾ എന്തൊക്കെ പ്ലേസ് ചെയ്യുക, ടൈമിംഗ് ഗിയർ, അതേപോലെ തന്നെ എന്താണ് വൈബ്രേഷൻ ഡാമ്പർ, അതേപോലെ പുള്ളി എല്ലാം പ്ലേസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡിലാണ്. റിയർ എൻഡിലാണ് നമ്മൾ എന്തിനെ പ്ലേസ് ചെയ്യുന്നത്, ഫ്ലൈ വീലിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലൈ വീലിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഈ പുറകുവശത്താണ് ഫ്ലൈ വീലിനെ പ്ലേസ് ചെയ്യുന്നത്. ആ എൻഡിനെ നമ്മൾ ഫ്ലൈ വീൽ എൻഡ് എന്ന് കൂടി പറയും. നമ്മൾ പറഞ്ഞു ഒരു എഞ്ചിൻ സിലിണ്ടറിൽ, ഒരു എഞ്ചിനിൽ നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ആരെ ഘടിപ്പിക്കാന്ന് പറഞ്ഞു, ക്രാങ്ക് ഷാഫ്റ്റിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റിയർ പോർഷനിലാണ് പുറത്തായിട്ട് ആരെ ഘടിപ്പിച്ചിട്ടുണ്ടാവുക, ഫ്ലൈ വീലിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ എഞ്ചിന്റെ ഉള്ളിലേക്കാണ് ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പോർഷൻ മുഴുവൻ വരുന്നത്. അതിന്റെ റിയർ എൻഡ് മാത്രമാണ് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടാവുക, പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവുക, പുറകുവശത്തേക്ക് നിൽക്കുന്നുണ്ടാവുക. അവിടേക്കാണ് നമ്മൾ ആരെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ ഫ്ലൈ വീലിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതെ, ഇതേപോലെ ഫ്ലൈ വീലിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ എഞ്ചിനിൽ ഉത്പാദിപ്പിക്കുന്ന പവറിനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങോട്ട് കൊടുക്കാൻ പറ്റും, ഫ്ലൈ വീലിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഈ ഫ്ലൈ വീലിൽ മുതലാണ് പിന്നീട് അങ്ങോട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം തുടങ്ങുന്നത്. എഞ്ചിനിൽ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു റൊട്ടേഷണൽ എനർജീനെ വീലുകളിലേക്ക് എത്തിക്കാനുള്ള ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ യൂണിറ്റ്, ആക്സിലുകൾ, ഇതിന്റെയൊക്കെ ആ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫ്ലൈ വീൽ മുതലാണ്. ഓക്കെ, അപ്പൊ എഞ്ചിനിൽ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു പവറിനെ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ടോർക്കിനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങോട്ട് കൊടുക്കാം, ഫ്ലൈ വീലിലേക്ക് കൊടുക്കാം എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്, ക്രാങ്ക് ഷാഫ്റ്റ്. ഒപ്പം എന്താണ്, എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിൽ അനുഭവപ്പെടുന്ന ആ പവറിനെ, അല്ലെങ്കിൽ എന്താ പറയുക, ടോർക്കിനെ എങ്ങോട്ട് കൈമാറ്റം ചെയ്യും, ഫ്ലൈ വീലിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആളാണ് ആര്, ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ആക്സിസ് ഉണ്ടായിരിക്കും അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു ആക്സിസിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു ഭാഗം കറങ്ങുന്നുണ്ടാവുക. ഈ ആക്സിസിനെ കേന്ദ്രീകരിച്ച് കറങ്ങുന്ന ക്രാങ്ക് കേസിന്റെ ജേണലുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന, ക്രാങ്ക് കേസിൽ മെയിൻ ബിയറിങ്ങുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടായിരിക്കുമല്ലോ. ഈ ഒരു ഭാഗം നോക്കൂ, ഈ ഒരു ഭാഗം, അതേപോലെ തന്നെ ഈ ഒരു ഭാഗം, അതേപോലെ ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിനെ, ഇത് ഈ ആക്സിസിനെ കേന്ദ്രീകരിച്ച് വരുന്ന ഷാഫ്റ്റിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഈ ഒരു ആക്സിസിനെ കേന്ദ്രീകരിച്ച് ഇത് കറങ്ങുന്ന സമയത്ത് ഈ ഒരു ഷാഫ്റ്റ് ഫിക്സഡ് അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ജെർക്കിംഗ് ഉണ്ടാവും. ഷാഫ്റ്റിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു ഷാഫ്റ്റിനെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ക്രാങ്ക് കേസിൽ ഇതിനെ കൃത്യമായിട്ട് ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഭാഗമാണ് എന്ത് എന്ന് പറയാം, ഈ ഒരു മെയിൻ ജേണലുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, മെയിൻ ബിയറിംഗ് ജേണലുകൾ എന്ന് പറയാം. ഓക്കെ, ഈ മെയിൻ ബിയറിംഗ് ജേണലുകളിൽ എന്താ ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെയിൻ ബിയറിംഗ് ക്യാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബോൾട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നന്നായിട്ട് എന്ത് ചെയ്യും, ക്രാങ്ക്
കേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഈ ഒരു ഭാഗത്തെ ബോൾട്ട് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ബോൾട്ട് ചെയ്യുന്ന സമയത്ത് ഇത് റിജിഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ മെയിൻ ബിയറിംഗ് ക്യാപ്പുകളുടെ ഉള്ളില് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ബിയറിങ്ങുകളിലായിരിക്കും ആര് കറങ്ങുന്നുണ്ടാവുക, ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ടാവുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമാണ് ഇത്തരത്തിലുള്ള ക്രാങ്ക് പിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു എഞ്ചിനില് എത്ര സിലിണ്ടറുകൾ ഉണ്ട്, ആ ഓരോ സിലിണ്ടറിലും ഓരോ പിസ്റ്റൺ വീതം ഉണ്ടായിരിക്കും അല്ലെ. ഓരോ പിസ്റ്റണും കണക്ട് ചെയ്തുകൊണ്ടുണ്ടാവുന്ന കണക്ടിങ് റോഡുകൾ ഉണ്ടായിരിക്കും. ആ കണക്ടിങ് റോഡിന്റെ ബിഗ് എൻഡ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രാങ്ക് പിൻ ഉണ്ട്, ഇവിടെ ഒരു ക്രാങ്ക് പിൻ ഉണ്ട്, ഇവിടെ ഒരു ക്രാങ്ക് പിൻ ഉണ്ട്, ഈ ഭാഗത്തും ഒരു ക്രാങ്ക് പിൻ ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം എന്താണ്, ഇതൊരു 4 സിലിണ്ടർ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്ന് പറയാം അല്ലെ. ഒരു 4 സിലിണ്ടർ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ്. കാരണം എന്താണ്, 4 പിസ്റ്റണുകളെ അല്ലെങ്കിൽ എന്താ കണക്ടിങ് റോഡുകളെ ബന്ധിപ്പിക്കാനുള്ള ക്രാങ്ക് പിന്നുകൾ നമുക്ക് ഈ ഒരു ഷാഫ്റ്റിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രാങ്ക് പിന്നിനെയും ഈ ഒരു ഷാഫ്റ്റ് പോർഷനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ, ക്രാങ്ക് വെബ് എന്ന് പറയാം. ഓക്കെ, ക്രാങ്ക് വെബ് എന്ന് പറയും. ഷാഫ്റ്റിനെയും അതേപോലെ തന്നെ എന്താണ് ക്രാങ്ക് പിന്നിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയും, ക്രാങ്ക് വെബ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, കൗണ്ടർ വെയിറ്റുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കൗണ്ടർ വെയിറ്റുകൾ ആ 2D ഡയഗ്രത്തിൽ ചിലപ്പോൾ അത് കണ്ടോളന്നില്ല. ഇവിടെയൊക്കെ എന്തുണ്ട്, കൗണ്ടർ വെയിറ്റുകൾ ഉണ്ട്. കൗണ്ടർ വെയിറ്റുകളും ഈ ഒരു ഭാഗങ്ങളിലായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനാ ഈ കൗണ്ടർ വെയിറ്റുകൾ കൊടുക്കുന്നതെന്ന് വെച്ചാല് ഇവിടെ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഷാഫ്റ്റ് ക്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. ആ കറങ്ങുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് കണക്ടിങ് റോഡിനും ഷാഫ്റ്റിനും ബെൻഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്തുകൂടി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, കൗണ്ടർ വെയിറ്റുകൾ കൂടി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സുഷിരങ്ങൾ കാണാം അല്ലെ. ഇവിടെ ഇങ്ങനെ ഡോട്ടർ ലൈൻ ആയിട്ട് ഇങ്ങനെ കുറെ ഹോളുകൾ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഗാലറിയിൽ നിന്നും എന്ത് ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ബിയറിംഗ് ക്യാപ്പുകൾ വെച്ച് ഇവിടെ പിസ്റ്റൺ കണക്ടിംഗ് റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മെയിൻ ബിയറിംഗ് ക്യാപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ കൃത്യമായ സമയത്ത് കൃത്യമായി കൊണ്ട് തന്നെ എന്ത് വേണം, ലൂബ്രിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം അല്ലെ. ആ ബിയറിങ്ങുകളുടെ ഉള്ളിലേക്ക് ലൂബ്രിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു ലൂബ്രിക്കേഷൻ അടഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളിൽ കിട്ടാനുള്ള സാധ്യതയില്ല. പുറത്തുകൂടെ ഓയിൽ ചെന്നുകൊണ്ടൊന്നും എന്ത് ചെയ്യില്ല, ആ ഒരു ഭാഗം ലൂബ് ആയിക്കൊള്ളുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്, പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടുള്ള സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. ഈ സുഷിരങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ലൂബ്രിക്കേഷൻ ഓയിലിനെ പോകാൻ അനുവദിച്ചുകൊണ്ട് അവിടെ എന്തുണ്ടാവും, കൃത്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സുഷിരങ്ങളിൽ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത്രയേ ഉള്ളൂ ക്രാങ്ക് ഷാഫ്റ്റിനെ കുറിച്ച് നമുക്ക് ഒരു ഓവറോൾ മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, എ ക്രാങ്ക് ഷാഫ്റ്റ് എന്താണെന്ന് നോക്കാം. A crankshaft is a rotating shaft used in engine to convert the reciprocating motion of the piston into rotary motion. It is connected to the piston through the connecting rod. The crankshaft consists of a crank pin. നമ്മൾ പറഞ്ഞു crank pin, കണക്ടിംഗ് റോഡ് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് crank pin. വെബുകൾ അല്ലെ, ക്രാങ്ക് വെബുകൾ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, കൗണ്ടർ വെയിറ്റുകൾ ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് കൗണ്ടർ വെയിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ബിയറിംഗ് ജേണലുകൾ ഉണ്ട് അല്ലെ, മെയിൻ ബിയറിംഗ് ജേണലുകൾ ഉണ്ട്. പിന്നെന്താണ്, ഇറ്റ് ട്രാൻസ്മിറ്റ് ദ പവർ ടു ദി ഫ്ലൈ വീൽ. അതും കൂടി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെ ഫ്ലൈ വീലിലേക്ക് കൈമാറ്റം ചെയ്യുന്നതും ആരാണെന്ന് പറഞ്ഞു, ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഫംഗ്ഷൻ എന്താണ്, ദ ഫംഗ്ഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് ടു കൺവേർട്ട് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി പിസ്റ്റൺ ഇൻടു റോട്ടറി മോഷൻ. അത് കൃത്യമായി ഓർത്തിരിക്കണം. മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് ഫോർജ്ഡ് സ്റ്റീൽ ഓർ കാസ്റ്റ് അയൺ. ഓക്കെ, കാസ്റ്റ് അയൺ കൊണ്ടോ ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടോ ആണ് നമ്മൾ എന്ത് നിർമ്മിക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് നിർമ്മിക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെയിൻ ജേണൽ വിച്ച് റൊട്ടേറ്റ് ഇൻസൈഡ് മെയിൻ ബിയറിംഗ് അല്ലെ. മെയിൻ ജേണലുകൾ എവിടെയാണ്, മെയിൻ ജേണലുകളാണ് ഈ ഒരു ആക്സിസിനെ കേന്ദ്രീകരിച്ച് വരുന്ന ഭാഗം. മെയിൻ ബിയറിങ്ങുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക. അവിടെയാണത് കറങ്ങിക്കൊണ്ടിരിക്കുക. ക്രാങ്ക് പിൻസ് ആർ പ്രൊവൈഡഡ് ടു കണക്ട് ദി കണക്ടിംഗ് റോഡ്. നമ്മളിത് ഈ എഴുതിയിരിക്കുന്ന കാര്യം ഒന്ന് പോയിന്റ് ആയിട്ട് വീണ്ടും കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ക്രാങ്ക് പിൻസ് ആർ പ്രൊവൈഡഡ് ടു കണക്ട് ദി കണക്ടിംഗ് റോഡ്. ക്രാങ്ക് വെബ്സ് ജോയിൻ ദി മെയിൻ ജേണൽ ആൻഡ് ക്രാങ്ക് പിൻ അല്ലെ. മെയിൻ ജേണലിനെയും ഈ കാണുന്ന മെയിൻ ജേണലിനെയും അതേപോലെ തന്നെ ക്രാങ്ക് പിന്നിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ക്രാങ്ക് വെബ് എന്ന് പറയാ.
ഓക്കെ. കൗണ്ടർ വെയിറ്റ്സ് ആർ പ്രൊവൈഡഡ് ടു ബാലൻസ് ദി റൊട്ടേറ്റിംഗ് പാർട്സ്. ഓക്കെ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെ ബെൻഡൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഭാഗമാണ് എന്ത്, കൗണ്ടർ വെയിറ്റുകൾ. അതിന് വേണ്ടിയിട്ടാണ് കൗണ്ടർ വെയിറ്റുകൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഓയിൽ ഹോൾസ് ആർ ഡ്രിൽഡ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ഫോർ ബിയറിംഗ്സ്. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫിക്സ് ആക്കി വെച്ചേക്കുന്ന എല്ലാ ഭാഗങ്ങളും ഉണ്ട്. കണക്റ്റിങ്ങിനോട് ബന്ധിപ്പിക്കുന്ന ഭാഗം, ഷാഫ്റ്റ് ക്രാങ്ക് കേസിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം, ഇവിടെയൊക്കെ എന്താണ് നമ്മൾ അതിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ എന്താണ്, അതൊരു ബിയറിംഗിലൂടെയാണ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബിയറിംഗിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റും. ഇപ്പൊ ആ ഭാഗത്ത് ലൂബ്രിക്കേഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്തുണ്ട്, ആ ഭാഗത്തൊക്കെ ലൂബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രിൽഡ് ഹോളുകൾ എവിടെ ഉണ്ടായിരിക്കും, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഉള്ളിലൂടെ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ, ഇത്രയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനുകളായിരിക്കാം. ഒന്നുകൂടി നമ്മളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.